കഴിഞ്ഞ ദിവസമാണ് അരങ്ങിൻ്റെ ജില്ലാ കലോത്സവം നടന്നത്. അപ്പോൾ അതിൻ്റെ തകൃതിയായിട്ടുള്ള പ്രാക്ടീസൊക്കെ കേട്ടോ കാണുന്നത്. പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത്. ഒന്നാമത്തെ കാരണം ഞാൻ ലീവ് എടുത്തത് സുഖമില്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ സുഖമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഈ ഒരു പരിപാടിൻ്റെ വീഡിയോസൊക്കെ ഇട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും അല്ലേ. അതുകൊണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ച്. നമ്മളെ ഈ ടീമിലുള്ള ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും ജോലിക്ക് വന്ന ആളാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രീ ടൈമും ലീവുള്ള ദിവസവും നൈറ്റൊക്കെയാണ് കൂടുതലും പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ പരിപാടിൻ്റെ തലേ ദിവസം രാത്രിയുള്ള ടെൻഷനൊക്കെ നിറഞ്ഞ ഈ ഒരു തകൃതിയായിട്ടുള്ളൊരു പ്രാക്ടീസ് സെക്ഷനാണ് കേട്ടോ കാണുന്നത്. ജില്ലാ കലോത്സവം കോഴിക്കോട് വെച്ചാണ് നടന്നത്. ഇനി സ്റ്റേറ്റ് കലോത്സവം വരുന്നത് കോട്ടയം വെച്ചാട്ടോ 27. തുടർച്ചയായ 3-ാം വർഷമാട്ടോ നമ്മൾ ഈ ഒരു അരങ്ങിൻ്റെ മത്സരത്തിന് പോകുന്നത്. നമ്മളെ കോഴിക്കോടേക്ക് കൊണ്ടുപോയത് നമ്മുടെ CDS മെമ്പർ സരിതേച്ചിയും ADS നിഷേച്ചിയും സൂറേച്ചൊക്കെ ചേർന്നാട്ടോ. 2 മണിയായിരുന്നു നമ്മളെ പ്രോഗ്രാമിൻ്റെ സമയം. അതുകൊണ്ട് തന്നെ രാവിലെ എത്തിയപാടെ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഷിജിലേട്ടനും വിജീഷേട്ടനും കൂടിയാണ് നമ്മളെ മേക്കപ്പും ഡ്രസ്സും ഹെയറൊക്കെ ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ 3-ാമത്തെ വർഷം ഇത് അരങ്ങിലേക്ക് പോകുന്നതെന്ന്. ഈ 3 വർഷം നമ്മളെ കൂടെ ഇവർ 2 പേരും തന്നെയാണ് കേട്ടോ ഉള്ളത്. പല രൂപത്തിലുള്ള 7 എണ്ണത്തിനെയും ഒരേപോലെ ആക്കിയെടുക്കുക കേട്ടോ അവർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ മാറ്റിക്കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകുകയില്ല. ഫോട്ടോ ഒക്കെ കാണുന്ന സമയത്ത് ഇതിലാരാ ഇനിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മേക്കപ്പും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. സരിതേച്ചിൻ്റെ അടുത്ത് നിഷേച്ചിൻ്റെ അടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ കോഴിക്കോട്. എല്ലാവരും മേക്കപ്പിന് ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരുടെ ഉള്ളിലും ടെൻഷൻ തന്നെയാണ്. എങ്ങനെയെങ്കിലും ചത്താലും വേണ്ടില്ല, ആഞ്ഞു പിടിക്കണം, മാക്സിമം കളിക്കണം, ഫസ്റ്റ് അടിക്കണം എന്നുള്ള ഒരു ചിന്തയും ഈ ഒരു സംസാരവും മാത്രമേ അവിടെ മൊത്തം ഉള്ളൂ. അല്ലെങ്കിലും അതുവരെ കൂളാണെങ്കിലും നമുക്ക് അന്നൊരു ടെൻഷൻ അധികമായിരിക്കും അല്ലേ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഒരു നെഞ്ഞത്ത് നെടിപ്പും ഒക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ കഴിഞ്ഞ് മത്സരം കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ തന്നെ അടിച്ചെടുത്തിട്ടോ. അതിൻ്റെ ഫോട്ടോ പിറ്റേ ദിവസത്തെ മലയാള മനോരമ പത്രത്തിലൊക്കെ വന്നിരുന്നു. നമ്മളെ ഈ ഡാൻസ് പഠിപ്പിച്ചത് സുധീഷ് മാഷാണേ, പയ്യോളിയുള്ള സുധീഷ് നാട്യാഞ്ജലി. അടുത്ത 27 കോട്ടയത്താട്ടോ സ്റ്റേറ്റ് കലോത്സവം വരുന്നത്. ഇതെൻ്റെ ബാക്ക് ബോൺ. ഇതില്ലെങ്കിൽ ഞാനിപ്പോൾ അടുക്കളയിൽ ചോറും കറിയൊക്കെ വെച്ച് നിൽക്കുന്നുണ്ടാവുമായിരുന്നു. പിന്നെ നമ്മളെ ടീമിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും നമ്മളെ ടീമും അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ കോഴിക്കോട് ഈ ഒരു കലോത്സവം. കൂടെ നിന്ന് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. 27 കോട്ടയം, അതിന് എന്ത് പറഞ്ഞ് ലീവ് എടുക്കുക എന്നാണ് ഞാൻ ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ വെറുതെ സൂചിപ്പിച്ചിരിക്കും. മാഷെ എനിക്ക് ചൊവ്വാഴ്ച സുഖം ഉണ്ടാവില്ല, പനിക്കായിരിക്കും എന്നൊക്കെ. എന്തോ ആവോ, കണ്ടറിയാം.